തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ പാനൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട മുഖം രക്ഷിക്കാൻ പെടാപ്പാട് പെടുന്ന CPM-നെ കൂടുതൽ കുഴപ്പത്തിലാക്കി വീണ്ടും വെളിപ്പെടുത്തലുകൾ. കായംകുളത്തെ സത്യൻ കൊലപാതക കേസിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ബിബിൻ സി ബാബുവിന്റെ കത്താണ് പാർട്ടിക്ക് തലവേദനയായത്. CPM ആസൂത്രണം ചെയ്ത് നടത്തിയ കൊലപാതകത്തിൽ പ്രതി ചേർത്തെന്നാണ് ബിബിന്റെ ആരോപണം. സ്ഥാനം ഒഴിയുന്നുവെന്ന് കാണിച്ച് MB ഗോവിന്ദ് നൽകിയ കത്തിലാണ് വെളിപ്പെടുത്തൽ. വിഭാഗീയതയെ തുടർന്നാണ് ബിബിൻ അടക്കം 3 നേതാക്കൾ കത്ത് നൽകിയത്. 2001 സത്യൻ കൊല്ലപ്പെട്ടത്. AITUC നേതാവും കോൺഗ്രസ് ഭാരവാഹിയുമായിരുന്നു കൊല്ലപ്പെട്ട സത്യൻ. കേസിലെ ബിബിൻ അടക്കം 6 പ്രതികളെയും 2006 കോടതി വെറുതെ വിട്ടിരുന്നു. ബിബിനാണ് രാജിക്കത്തിൽ കൊലപാതകത്തിലെ ഗൂഢാലോചന വെളിപ്പെടുത്തിയത്. കേസിൽ നിരപരാധിയായ തന്നെ പ്രതിയാക്കിയെന്നാണ് കത്തിലെ പരാമർശം. 19-ാം വയസ്സിൽ 60 ദിവസം ജയിലിൽ കിടന്നുവെന്നും കത്തിലുണ്ട്. കേസിൽ പുനരന്വേഷണം നടത്തണമെന്നാണ് ബിബിൻ ആവശ്യപ്പെടുന്നത്. കേസിലെ പ്രതി തന്നെ വർഷങ്ങൾക്ക് ശേഷം ഗൂഢാലോചന നടന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വരെ കേസിൽ പ്രതികളാണ്. കേസിൽ പ്രതികൾ ഇപ്പോഴും ഔദ്യോഗിക നേതൃത്വത്തിന്റെ തലപ്പത്തുണ്ടെന്ന് ബിബിൻ ആരോപിക്കുന്നുണ്ട്. ആലപ്പുഴയിലെ വിഭാഗീയതയാണ് ബിബിൻ ഉൾപ്പെടെ 3 നേതാക്കൾ രാജിയിലേക്ക് നയിച്ചത്. ഒരു തരത്തിലും പാർട്ടിക്കകത്ത് നിൽക്കാൻ കഴിയാത്ത നിലയിൽ കടുത്ത മാനസിക പീഡനം നടത്തുകയാണ്. സഖാക്കൾ നൽകുന്ന ഒരു പരാതിയിലും പരിഹാരമില്ലാത്ത അവസ്ഥയാണ്. പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന കമ്മിറ്റിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. എന്നാൽ ഒരു വിഭാഗം നടത്തുന്ന എല്ലാ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും പാർട്ടി നേതാവ് സംരക്ഷണം നൽകുകയാണ് ചെയ്യുകയെന്നും കത്തിൽ പറയുന്നു. ഞാൻ SFI ജില്ലാ പ്രസിഡന്റായും സെക്രട്ടറിയായും DYFI സംസ്ഥാന സമിതി അംഗമായും മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായി 14 വർഷമായും പ്രവർത്തിച്ചു വരികയാണ്. വിദ്യാർത്ഥി യുവജന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ 36 കേസുകൾ പ്രതിയായിരുന്നു. പാർട്ടി ആലോചിച്ച് നടത്തിയ RSS പ്രവർത്തകനായിരുന്ന സത്യൻ കൊലപാതക കേസിൽ നിരപരാധിയായിരുന്ന എന്നെ പ്രതിയാക്കിയതിനെ തുടർന്ന് 19-ാം വയസ്സിൽ ഞാൻ 65 ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബജീവിതത്തിൻ്റെ ഭാഗമായുണ്ടായ ചെറിയ തെറ്റിന് എന്നെ പരമാവധി അപമാനിച്ചു കഴിഞ്ഞു. എൻ്റെ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് പാർട്ടിയിലേക്ക് തിരികെ എടുക്കുന്ന ഘട്ടത്തിൽ സഖാവ് KH ബാബുജാൻ പഴയ ആരോപണങ്ങൾ വീണ്ടും ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരികയാണ്. മാത്രമല്ല ഞാൻ BJP-യിലേക്ക് പോകുന്നുവെന്ന കള്ളം സഖാക്കളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയാണ്. എന്നെ ഒരു കാരണവശാലും പാർട്ടിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന ബാബുജാന്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നെ പാർട്ടി ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. എനിക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ അങ്ങേയറ്റം ആഗ്രഹമുണ്ട്. എന്നാൽ അതിന് വിഘാതമായ നടപടിയാണ് ഇവിടെ ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് അംഗത്വവും ഒഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജീവിതം മുഴുവൻ പാർട്ടിയിൽ പ്രവർത്തിക്കണമെന്ന ആഗ്രഹവുമായി നിൽക്കുന്ന എന്നെ പോലുള്ളവരെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്നവർ ശ്രമിക്കുന്നതിനെ പറ്റി പിന്നീട് പാർട്ടി പരിശോധിക്കുന്ന ഘട്ടത്തിൽ ബോധ്യപ്പെടും. ബിബിൻ കത്ത് ചുരുക്കുന്നു. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്നാണ് INTUC നേതാവ് സത്യൻ വധിക്കപ്പെട്ടത്. കീരിക്കാട് കരുവാറ്റംകുഴി ചാപ്രയിൽ അജികുമാർ, സഹോദരൻ അനിൽകുമാർ, പത്തിയൂർ ഇരവ് പടിഞ്ഞാറ്റുമുറി പ്രദീപ, ചാപ്രയിൽ കിഴക്കതിൽ പ്രമോദ, കോട്ടൂർ തെക്കേത്തറ വീട്ടിൽ സുരേഷ്, കരുവാറ്റാംകുഴി കള്ളിക്കാൽത്തറ വീട്ടിൽ ബിബിൻ ബാബു, ആറാട്ടുപുഴ കള്ളിക്കാട്ടുമുറി വഞ്ചിപ്പുറക്കൽ വീട്ടിൽ ബിജു എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ. ഇവരെ ആലപ്പുഴ അതിവേഗ കോടതി ജഡ്ജി N സുഗുണനാണ് വെറുതെ വിട്ടത്.